ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. കോവൽ ചെടി നല്ല കരുത്തോടു കൂടി വളരുവാനും അതിൽ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകാതെ നമുക്ക് കായായി ലഭിക്കാനുമുള്ള ഒരു ഈസി ടിപ്സ് ഉണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോവൽ ചെടി നടുന്നതിന് നമുക്ക് ആദ്യമേ തന്നെ മണ്ണ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. മണ്ണര അല്പം നനച്ചതിന് ശേഷം ഡോളോമൈറ്റും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഒരു 5 ദിവസം ഉണക്കിയ മണ്ണാണിത്. അതിലേക്ക് ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചാരമാണ്. ചാരവും വേപ്പിൻ പിണ്ണാക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലുപൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. കരിയിലകൾ പൊടിച്ചെടുത്ത ചാരത്തിൽ നിറയെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ആ ചെടിയിൽ പൂവ് കൊഴിയാതിരിക്കാനും ചെടിയുടെ വളർച്ചയെ ത്വരിതഗതിയിലാക്കാനും സഹായിക്കും. നമ്മൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നമ്മൾ 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. ഓൾറെഡി അതിനകത്ത് ഹോൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ തറയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോവൽ ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ താഴെയാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഹോളിലൂടെ താഴോട്ട് പോയിട്ട് നമുക്ക് ചെടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് സഹായിക്കും. എവിടെയാണോ ഗ്രോ ബാഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പന്തലിടാൻ പോകുന്നത്, അവിടെ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. കാരണം വള്ളി വീശി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാൻ പാടില്ല. കാരണം വേരുകളൊക്കെ തന്നെ പൊട്ടിപ്പോകുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാം. വേണമെങ്കിൽ ആദ്യമേ നമുക്ക് കരിയിൽ നിറച്ചിട്ട് അതിലോട്ട് പോട്ടി മിക്സ് നിറയ്ക്കാവുന്നതാണ്. ഇതാണ് ഞാൻ നടാൻ എടുത്തിരിക്കുന്ന കോവലിൻ്റെ കമ്പ്. ഒരു 3 മുട്ടെങ്കിലും വേണം. 2 മുട്ട ആയിരുന്നാലും കുഴപ്പമില്ല, വേര് വന്നോളും. നമുക്കിത് 2 രീതിയിൽ നടാം. റാ ഷേപ്പിനും നടാവുന്നതാണ്. ഞാൻ ഈ കമ്പിൻ്റെ റോസയുടെ കമ്പ് നടുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നടുന്നത്. ഇങ്ങനെ നടുമ്പോഴാണ് എനിക്ക് കോവലിൻ്റെ ചെടികളിൽ വേഗം വേര് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. റാ ഷേപ്പിന് നട്ടിട്ടുള്ളപ്പോൾ എല്ലാം തന്നെ ഉണങ്ങിപ്പോയി. കോവൽ ചെടിയുടെ കമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നട്ടെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചെടികൾ വിൽക്കുന്ന നഴ്സറിയിൽ നിന്നും നമുക്ക് പൊടിപ്പിച്ച കോവലിൻ്റെ കമ്പ് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് വാങ്ങി നടാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നട്ട ഒരു കോവലിൻ്റെ ചെടിയാണിത്. അത് തന്നെ മുളയെല്ലാം പൊട്ടിയിട്ടുണ്ട്. കോവൽ ചെടി വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയും ചാരവും ചേർന്നിട്ടുള്ള ഒരു വളക്കൂട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിലാണ് ചെടിയുടെ വളർച്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഗ്രോ ബാഗിൽ ഒരു കോവൽ ചെടിയാണ്. അതിൻ്റെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചാണകം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടിൻ വളമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്കറി വേസ്റ്റിൽ നിന്നും തയ്യാറാക്കിയ കമ്പോസ്റ്റൊക്കെ നമുക്ക് ചെവിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും ഒരു 5 ദിവസം പുളിപ്പിച്ചെടുത്തൊരു മിശ്രിതമാണിത്. ഇതിനെ നമുക്ക് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1:10 എന്ന അനുപാതത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള വളങ്ങളും ജൈവ സ്ലറിയൊക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എത്രയും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ധാരാളം സൂക്ഷ്മജീവികളും ധാതു ലവണങ്ങളും ഒക്കെ തന്നെ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിയുടെ വളർച്ച വളരെ വേഗത്തിൽ വരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ബോട്ടിൽസിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാൻ പറ്റുന്നത് കഞ്ഞിവെള്ളവും ചാരവും ചേർന്നുള്ള ഒരു മിശ്രിതമാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ചാരം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെയും നേർപ്പിച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ വളങ്ങളും കൂടി ചെടിയുടെ ചുവട്ടിൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഓരോ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഈ വളങ്ങളൊക്കെ തന്നെ ചെടിക്ക് പ്രയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇതെല്ലാം കൊടുക്കുമ്പോൾ കിട്ടുന്നത്. നാര് പോലെ ഉണ്ടായിരുന്ന ഒരു വള്ളിയാണിത്. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നല്ല കരുത്തോടു കൂടി വളർന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നടുമ്പോൾ കമ്പ് വെട്ടി നടാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേഗത്തിൽ വിളവ് കിട്ടുകയുള്ളൂ. ഇത് കമ്പ് നട്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ തണ്ട് കുറച്ചൊന്ന് മുറ്റി വരുമ്പോൾ മാത്രമേ ഇതിൽ കായ്കളെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് കമ്പ് നട്ടൊരു 4 മാസം പ്രായമായ ചെടിയാണ്. അല്പം തന്നെ വള്ളി വീശിയിട്ടുള്ളൂ. പക്ഷേ മൂട്ടിൽ നിന്ന് പൊടിച്ചു വന്ന തണ്ട് നല്ല കട്ടിയായതിന് ശേഷമാണ് പിന്നെ വരുന്ന വള്ളികളിലെല്ലാം തന്നെ നിറച്ച് കായ ഉണ്ടായത്. ചാണകപ്പൊടി ഇടുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് കാണുന്നത്. ഞാൻ കൂടുതലും ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചാരവും. കൂടാതെ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതും ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് നേർപ്പിച്ചിട്ട്. കോവൽ ചെടിയിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും തന്നെ കായായി ലഭിക്കുന്നില്ല, എല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മിക്കവരുടെയും പരാതി. കാരണം എന്ന് വെച്ചാൽ അതിൽ കാൽഷ്യത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതെല്ലാം തന്നെ കായായി മാറാതെ പോകുന്നത്. ചിലപ്പോൾ ആദ്യം ഉണ്ടാകുന്ന കുറച്ച് പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോയിട്ട് പിന്നീട് എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് കായായി ലഭിക്കും. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ചാരവും ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടാതെ മണ്ണിൽ നമ്മൾ ആദ്യമേ തന്നെ കാൽഷ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഡോളോമൈറ്റ് ഒരു വലിയ സ്പൂൺ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ 2 പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് കോവലിൽ നിന്ന് കായ്കൾ പറിച്ചെടുക്കാൻ സാധിക്കും.
നമ്മൾ ടെറസിലാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ചാക്കിൽ വേണം നമ്മൾ കോവൽ നടാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ചാക്കിൽ നമ്മൾ മണ്ണ് നിറച്ച് നട്ടാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഈൽഡ് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. കോവൽ ചെടിയിൽ നിന്ന് വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടിയെ വെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് പുതിയ മുകുളങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് പിന്നും തന്നെ അതിൽ നിന്ന് ഈൽഡ് ലഭിക്കുന്നതാണ്. കോവൽ ചെടിയുടെ നാമ്പിലെല്ലാം തന്നെ തരിതരിയായി മുട്ട വിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ മുരടിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേപ്പെണ്ണ, വെളുത്തുള്ളി കഷായം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ചെടികളുടെ വള്ളികളിൽ തണ്ട് വീക്കം പോലെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്താൽ അത് നല്ല രീതിയിൽ ഫലവത്തായി കാണുന്നുണ്ട്. ഇത് പച്ചയിൽ വെള്ള ലൈനുള്ള ഒരു കോവയ്ക്ക ചെടിയാണ്. കാണാനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ചെറിയ വെള്ളരിക്ക പോലെ നമുക്ക് തോന്നും. കോവയ്ക്കായി നമുക്ക് പിഞ്ചായിരിക്കുമ്പോൾ തന്നെ വിളവെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. കോവൽ ചെടി നിറയെ കായ്ക്കണമെങ്കിൽ നല്ല വെയിലും വേണം. അപ്പോൾ വെയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ പന്തലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ മഴക്കാലമാണ് കോവൽ ചെടി നടാൻ പറ്റിയ സമയം. അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എൻ്റെ തോട്ടത്തിലുള്ള വേറൊരു കോവയ്ക്ക ചെടിയാണ്. അധികം നീളം വയ്ക്കത്തില്ല, ഉണ്ട ടൈപ്പാണിത്. ഇതും വളരെ ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാം നമ്മൾ പിഞ്ചിലെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും. വളരെ മനോഹരമായ വെള്ള കളറിലെ പൂക്കളാണ് ഇതിനുള്ളത്. കോവൽ ചെടിയിൽ കായോട് കൂടിയാണ് പൂ വരുന്നത്. അപ്പോൾ പോളിനേഷൻ നടന്നിട്ട് നമുക്ക് വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി ലഭിക്കും. ഇതിന് നമുക്ക് ആട്ടിൻ വളം, കോഴിവളം എല്ലാ വളങ്ങളും തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുത്തിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ്. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്